ഇതാണ് എൻ്റെ റൂം കഴിഞ്ഞ് നേരെയുള്ളത് ബാത്റൂം ഞാൻ കാണിക്കുന്നില്ല. പിന്നെ നേരെ പോകുന്നത് ഹാളിലേക്കാണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ എൻ്റെ ഹാളിൽ നിന്ന് നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. ഈ കിച്ചൺ കാണിക്കാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിലൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചിരുന്നു, ബാത്റൂമിൽ നിന്നാണോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ സുഹൃത്തിനോട് പറയാനുള്ളത്, ഇവിടെ വെച്ചാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തത്, ഒരിക്കലും ബാത്റൂമിൽ നിന്നല്ല. ഞാനൊരു പ്രൈവറ്റ് ലാബിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയതിന് ശേഷം, അതായത് എൻ്റെ വീട്ടിലെ ലാബായ കിച്ചണിൽ നിന്നാണ് ഞാൻ ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്നത്. പുതിയ കോഡ് ഉണ്ടാക്കുക, പുതിയ സ്മെല്ല് ഉണ്ടാക്കുക. അതൊരുപാട് ഇഷ്ടത്തോടെ, ഒരുപാട് പാഷനോടെയാണ് ചെയ്യുന്നത്. പിന്നെ ആ സുഹൃത്തിനെയും കുറ്റം പറയാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ ഒരു ടൈലാണ്. അപ്പം പുള്ളീനെയും തെറ്റ് പറയാൻ പറ്റില്ല. ബാത്റൂമിൽ നിന്നാണോ. പിന്നെ ഇതിന് മറുപടി കൊടുക്കണമെന്ന് തോന്നിയത് കാരണം നമ്മൾ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. ബാത്റൂമിൽ നിന്നാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതിന് മറുപടി പറയണമെന്ന് തോന്നി. അപ്പം ബാത്റൂമിൽ നിന്നല്ല, കിച്ചണിൽ നിന്നാണ്. പിന്നെ എൻ്റെ കേക്ക് വീഡിയോ അത്യാവശ്യം എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിൽ എന്നെ പരിചയമുള്ള ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും വീഡിയോ ഇടുന്നതാണ്. ഫ്രാഗ്രൻസുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ സെൽഫ് ലവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഇനി കേക്ക് പറയില്ല, ദേശം നേരം നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം. അപ്പോൾ ഫ്രാഗ്രൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ കാണാം, സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോയും കാണാം. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന്? നിങ്ങൾ പരിശ്രമിച്ചാൽ അതിനുള്ള വിജയം ദൈവം നിങ്ങൾക്ക് തരും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വെറുതെ സമയം കളയാതെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളെ സറൗണ്ടിൽ എന്താണെന്ന് ആലോചിക്കുക, അത് ചെയ്യുക. സെൽഫ് ലവുമായിട്ട് കൂടുതൽ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും ഷെയർ ചെയ്യുക.